പല പാരൻ്റൽ ട്രെയിനിങ് പ്രോഗ്രാം കഴിയുന്ന സമയത്തും രക്ഷിതാക്കൾ എന്ന് പറയുന്ന വലിയൊരു കംപ്ലയിൻ്റ് ആണ് ഗ്രാൻഡ് പാരൻസിൻ്റെ കയ്യിൽ നിന്ന് കുട്ടികൾ വാശി പിടിച്ച് മൊബൈൽ ഫോൺ വാങ്ങി കൊണ്ടുപോകുന്നു എന്നുള്ളത്. യഥാർത്ഥത്തിൽ ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? ഗ്രാൻഡ് പാരൻസിന് മൊബൈൽ ഫോൺ വാങ്ങി കൊടുക്കുന്നവരോട് അല്ലെങ്കിൽ അവർക്ക് മൊബൈൽ ഫോൺ ഗിഫ്റ്റ് ചെയ്യുന്നവരോടാണ് എനിക്ക് ആദ്യം പറയാനുള്ളത്. ചില ഗ്രാൻഡ് പാരൻസ് അവർ പാവങ്ങളാണ്, അവർക്ക് മൊബൈൽ ഫോൺ ഉപയോഗിക്കാൻ അറിയില്ല ശരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ചില ആൾക്കാർ ഫോൺ ഇന്നേ വരെ ഉപയോഗിച്ചിട്ടുണ്ടാവില്ല, ചിലർ ചെറിയ ഫോണൊക്കെ ഉപയോഗിച്ച ആൾക്കാരായിരിക്കും. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഈ സ്മാർട്ട് ഫോൺ കുട്ടികൾക്ക് കൊടുക്കാൻ പാടില്ല എന്ന് അറ്റ്ലീസ്റ്റ് അവരെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഒരിക്കലും അങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്താൽ അവർ കൊടുക്കില്ല. രണ്ടാമത്തെ ഒരു കാര്യം, അമ്മമാർ വന്നിട്ട് കംപ്ലയിൻറ്റ് പറയും, ഗ്രാൻഡ് പാരൻസിൻ്റെ കയ്യിൽ നിന്ന് വാശി പിടിച്ച് കുട്ടി ഫോൺ വാങ്ങി കൊണ്ടുപോകുന്നു. ഞാൻ മനസ്സിലാക്കുന്നത് ഇതിൽ അമ്മയും ഉത്തരവാദിയാണ്, അച്ഛനും ഉത്തരവാദിയാണ്. എങ്ങനെയെന്ന്, ഇവർ ഗ്രാൻഡ് പാരൻറ്റിൻ്റെ കയ്യിൽ നിന്ന് ഫോൺ വാങ്ങുന്നുണ്ടെങ്കിൽ അതിന് ഒരു കാരണം, നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈൽ ഫോൺ നിങ്ങൾക്ക് എല്ലാ സമയത്തും ആവശ്യമുണ്ടാവും. അതല്ലെങ്കിൽ അവർ നിങ്ങളുടെ കയ്യിൽ നിന്ന് ഫോൺ വാങ്ങി കൊണ്ടുപോകാതിരിക്കാൻ വേണ്ടി ഗ്രാൻഡ് പാരൻസിൻ്റെ കയ്യിൽ നിന്ന് ഫോൺ വാങ്ങുമ്പോൾ നിങ്ങൾ സൈലൻ്റ് ആവുന്നു. ആ മൗനം സമ്മതം എന്നൊക്കെ പറയും. ആ സമ്മതം ഉണ്ടല്ലോ, അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ വില്ലനായിട്ട് മാറുന്നത്. രണ്ടാമതായ കാര്യം, അമ്മ ഗ്രാൻഡ് പാരൻ്റെ കയ്യിൽ നിന്ന് ഫോൺ എടുക്കരുതെന്ന് അമ്മ പറയുന്നു. ഇനി അമ്മ പറഞ്ഞത് കേൾക്കാതെ കുട്ടി എടുക്കുകയാണെങ്കിൽ അച്ഛൻ അവിടെ സ്ട്രോങ് ഡിസിഷൻ എടുത്താൽ തീരാവുന്നതേ ഉള്ളൂ പ്രശ്നം. അത്ര വലിയ ഗൗരവമുള്ള വിഷയമൊന്നുമില്ല. യഥാർത്ഥത്തിൽ ഫോണിൽ മക്കൾ മാത്രമല്ല അഡിക്റ്റഡ് ആയിട്ടുള്ളത്, നമ്മളും കൂടെ അഡിക്റ്റഡാണ്. അച്ഛനും അമ്മയും ഗ്രാൻഡ് പാരൻസും കുട്ടികളും എല്ലാവരും മൊബൈൽ ഫോണിനുള്ളിലുള്ളത്. ഇതാണ് ഇവിടുത്തെ പ്രോബ്ലം. അതുകൊണ്ട് തീരുമാനം സ്ട്രോങ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ കുട്ടികൾ പിന്നെ ഫോൺ ഉപയോഗിക്കില്ല. വെറുതെ എന്തെങ്കിലും കാരണം പറയുന്നതിന് പകരം ഇതാ ഈ വീഡിയോ കണ്ടില്ലേ, ഇപ്പം പോയി തീരുമാനം എടുക്കുക, ലൈഫ് മാറട്ടെ. പല പാരൻ്റൽ ട്രെയിനിങ് പ്രോഗ്രാം കഴിയുന്ന സമയത്തും രക്ഷിതാക്കൾ എന്ന് പറയുന്ന വലിയൊരു കംപ്ലയിൻ്റ് ആണ് ഗ്രാൻഡ് പാരൻസിൻ്റെ കയ്യിൽ നിന്ന് കുട്ടികൾ വാശി പിടിച്ച് മൊബൈൽ ഫോൺ വാങ്ങി കൊണ്ടുപോകുന്നു എന്നുള്ളത്. യഥാർത്ഥത്തിൽ ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? ഗ്രാൻഡ് പാരൻസിന് മൊബൈൽ ഫോൺ വാങ്ങി കൊടുക്കുന്നവരോട് അല്ലെങ്കിൽ അവർക്ക് മൊബൈൽ ഫോൺ ഗിഫ്റ്റ് ചെയ്യുന്നവരോടാണ് എനിക്ക് ആദ്യം പറയാനുള്ളത്. ചില ഗ്രാൻഡ് പാരൻസ് അവർ പാവങ്ങളാണ്, അവർക്ക് മൊബൈൽ ഫോൺ ഉപയോഗിക്കാൻ അറിയില്ല ശരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ചില ആൾക്കാർ ഫോൺ ഇന്നേ വരെ ഉപയോഗിച്ചിട്ടുണ്ടാവില്ല, ചിലർ ചെറിയ ഫോണൊക്കെ ഉപയോഗിച്ച ആൾക്കാരായിരിക്കും. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഈ സ്മാർട്ട് ഫോൺ കുട്ടികൾക്ക് കൊടുക്കാൻ പാടില്ല എന്ന് അറ്റ്ലീസ്റ്റ് അവരെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഒരിക്കലും അങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്താൽ അവർ കൊടുക്കില്ല. രണ്ടാമത്തെ ഒരു കാര്യം, അമ്മമാർ വന്നിട്ട് കംപ്ലയിൻറ്റ് പറയും, ഗ്രാൻഡ് പാരൻസിൻ്റെ കയ്യിൽ നിന്ന് വാശി പിടിച്ച് കുട്ടി ഫോൺ വാങ്ങി കൊണ്ടുപോകുന്നു. ഞാൻ മനസ്സിലാക്കുന്നത് ഇതിൽ അമ്മയും ഉത്തരവാദിയാണ്, അച്ഛനും ഉത്തരവാദിയാണ്. എങ്ങനെയെന്ന്, ഇവർ ഗ്രാൻഡ് പാരൻറ്റിൻ്റെ കയ്യിൽ നിന്ന് ഫോൺ വാങ്ങുന്നുണ്ടെങ്കിൽ അതിന് ഒരു കാരണം, നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈൽ ഫോൺ നിങ്ങൾക്ക് എല്ലാ സമയത്തും ആവശ്യമുണ്ടാവും. അതല്ലെങ്കിൽ അവർ നിങ്ങളുടെ കയ്യിൽ നിന്ന് ഫോൺ വാങ്ങി കൊണ്ടുപോകാതിരിക്കാൻ വേണ്ടി ഗ്രാൻഡ് പാരൻസിൻ്റെ കയ്യിൽ നിന്ന് ഫോൺ വാങ്ങുമ്പോൾ നിങ്ങൾ സൈലൻ്റ് ആവുന്നു. ആ മൗനം സമ്മതം എന്നൊക്കെ പറയും. ആ സമ്മതം ഉണ്ടല്ലോ, അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ വില്ലനായിട്ട് മാറുന്നത്.